വി ഓൾ ഗonna ഡൈ സൂൺ. ഇത് ഞാൻ പറഞ്ഞതല്ല, എറിക് വിൻസ്റ്റൺ. ആരാന്നറിയോ? മാത്തമാറ്റീഷ്യനാണ്, ഫിസിസിസ്റ്റാണ്. റീസെൻ്റ്ലി ഒരു പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട് രൺവീർ അലവാദിയുടെ. എലൻ മസ്കൊക്കെ ഇൻ്റർപ്ലാനറ്ററിനെ കുറിച്ചുള്ള വിഷനൊക്കെ കണ്ടിട്ട് അതിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. യു നോ വൈ? 1952 നവംബറിൽ നമ്മളൊരു സാധനം കണ്ടുപിടിച്ചു, തെർമോ ന്യൂക്ലിയർ വെപ്പൺ. ഈ സാധനം അധികം വൈകാതെ പൊട്ടും എന്നുള്ളതാണ്. നമ്മൾ കാണുന്നതല്ല ലോകം. ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൂടുതലൊന്നും പറയണ്ട, നമ്മൾ നമ്മുടെ സർക്കിളിലുള്ള ഇത്രയും കാര്യങ്ങളെ അറിയുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ നമ്മളെക്കാളും കുറച്ചുകൂടെ ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ സർക്കിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവരെക്കാളും മുകളിലുള്ള ആൾക്കാരുടെ സർക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ അവിടെ നടക്കുന്നുണ്ടാവും. ഇവർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. ഓക്കെ, ഇയാൾക്ക് ഇയാളുടെ സർക്കിളിലുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇതിൻ്റെ മേളിലുള്ള ഒരാൾ, ഇയാൾ എപ്പോഴെങ്കിലും ഈ സർക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാവും ഇയാളുടെ സർക്കിൾ നടക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യം ഈ മറ്റേ ആളുടെ സെക്കൻഡ് വ്യക്തിയുടെ സർക്കിളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവനക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, അങ്ങനെ ഒരു ലോകം ഉണ്ടെന്നും കൂടെ ഇവനക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു തിങ്കിങ് പ്രോസസ്സുള്ള, അങ്ങനത്തെ ആളുകളുള്ള, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇവരുടെയും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ പോലും അല്ലാത്ത വേറെ കുറേ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അവരുടെ ഒരു ലോകമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്നാലാണ് നമുക്ക് ആ ഒരു സർക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്താണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അധികം വൈകാതെ നമ്മളെല്ലാവരും ആരെങ്കിലും ഒരാൾ ന്യൂക്ലിയർ വെപ്പൺ പൊട്ടിക്കും. എർത്ത് വാസയോഗ്യം അല്ലാതെയാവും, ലിവിങ് കണ്ടീഷനിലല്ലാതെയാവും. അപ്പോൾ അതിനു മുമ്പ് എർത്തിലുള്ള ആൾക്കാരെ മൂവ് ചെയ്യണം. ഈ എർത്തിലുള്ള ആൾക്കാരെ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ നീയും ഞാനും നമ്മളൊന്നും ഉണ്ടാവത്തില്ല. അതിൽ പോകാൻ പോകുന്നത് അതിന് കപ്പാസിറ്റി ഉള്ള ആൾക്കാരും പിന്നെ കൊണ്ടുപോകും. എവിടെ നാട്ടിൽ ചെന്നാലും ജോലി എടുപ്പിക്കാൻ ആൾക്കാരെ വേണം. അതിന് വേണ്ടിയിട്ടുള്ള പറ്റിയ കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകും. അത് കൊണ്ടുപോകാതിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പം ഈ കാശുകാർ മൊത്തം വലിയ വലിയ ബുദ്ധിയുള്ളവന്മാർ മാത്രം അവിടെ പോയി കഴിഞ്ഞിട്ട് അവന്മാർ ബുദ്ധി കൊണ്ട് ജീവിക്കില്ല, അവിടെ പണിയെടുക്കാൻ. ദേ ആർ ഡെവലപ്പിംഗ് AI ആൻഡ് റോബോട്ട്സ്. സോ ആ ഓപ്ഷന് പോയി കഴിച്ചു. നമുക്ക് അങ്ങനെയെങ്കിലും പോകാമെന്നുള്ള വിചാരിച്ചായിരുന്നു. ആ ഓപ്ഷനും പോയി. ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ആ ഓപ്ഷനും പോയിരിക്കുന്നു. നമുക്ക് പോകാൻ അപ്പോൾ ഒരു യോഗമില്ല. അപ്പോൾ ഈ ബുദ്ധി ബോധമുള്ളവർ മാത്രമേ ഈ ലോകത്ത് ജീവിച്ചാൽ മതി എന്നാണ് അതിൻ്റെ ഒരു വെപ്പ്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്, നമ്മളൊക്കെ ചാവാൻ പോവാം. എവറിത്തിങ് ഈസ് ഗോണ ഡൈ സൂൺ. സോ എൻജോയ് യുവർ ലൈഫ്. ദെയർ ഈസ് നോ ടൈം. ഗോ ഓൺ.